അപ്പോൾ തെരണ്ടി മീൻ കറി എങ്ങനെയാണെന്ന് വയ്ക്കുന്നത് നോക്കാം. ചിലർക്കൊന്നും തെരണ്ടി മീനോട് താല്പര്യമില്ല, പക്ഷേ ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ മീൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി വയ്ക്കുക. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, കൊച്ചുള്ളി അത്യാവശ്യത്തിന് നല്ല രീതിക്ക് വേണം. പിന്നെ ഒരു ചട്ടി വയ്ക്കുക, എണ്ണ ഒഴിക്കുക, ഉലുവ ഇടുക. ഉലുവയുടെ കളർ മാറുമ്പോഴത്തേനും നല്ല രീതിക്ക് കറിവേപ്പില ഇടുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് അടച്ച് വയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വഴണ്ടി വരും. അതിനുശേഷം കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് തക്കാളി മാത്രം ഇട്ട് കൊടുക്കുക, ബാക്കി നമുക്ക് അരച്ച് ചേർക്കാനുള്ളതാണ്. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടി ഇട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതാണ് അതിൻ്റെ മെയിൻ. നന്നായിട്ട് പച്ചമണം മാറണം. അതിനുശേഷം ഈ തക്കാളി അരച്ച് ചേർത്ത് നന്നായിട്ട് കുറുകിയെടുക്കുക. ആ കുറുകിയത് നല്ല രീതിയിൽ തിളയ്ക്കുമ്പോഴത്തേനും ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് മീനും കൂടി ഇട്ട് കൊടുക്കുക. മീൻ നല്ല രീതിയിൽ തിളച്ചിട്ട് വിടാം, അതിന് മുന്നേ ആയിട്ടും ഇടാം. വെള്ളം എടുത്ത് മിക്സ് ചെയ്യുമ്പോഴും ഇടാം. ഞങ്ങൾ ആ ടൈമിലാണ് മീൻ ഇട്ട് കൊടുത്തത്. തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടാൽ എൻ്റെ പൊന്നോ, ഇതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടത്തില്ല. അപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടയുടെ, ചോറിൻ്റെ കൂടെ ഒക്കെ